ഈക്വലൈസേഷൻ വേണം. അതായത് ഒരാൾക്ക് 50 കോടി കൊടുക്കുമ്പോൾ താഴെയുള്ള ആൾക്ക് നിത്യച്ചെലവിന് പോലും പൈസ കൊടുക്കാതിരിക്കുന്ന ഒരു പരിപാടി നല്ലതല്ലെന്നാണ് പറഞ്ഞത്. ഞാൻ ക്രിക്കറ്റിനല്ല പറഞ്ഞത്, ടോട്ടലി. അതാണ് ഞാൻ പറഞ്ഞത്, കാണുന്ന പ്രേക്ഷകർ പ്രൊഫഷണൽ ഒന്നിനും കയറി വെറുതെ യുക്തിയില്ല, ചിന്തിക്കാൻ കഴിവില്ലാത്ത, തിരിച്ചറിവില്ലാത്ത രീതിയിൽ നിങ്ങൾ അറ്റാക്ക് ചെയ്യണം. അതാണ് ഞാൻ പറയുന്നത്. പ്രേക്ഷകർ നിങ്ങൾ പ്രൊഫഷണലുകളാവും, എന്നിട്ട് ചിന്തിക്കൂ, എന്നിട്ട് എല്ലായിടത്തും സ്പ്രെഡ് ചെയ്യൂ. നല്ല ഫണ്ട് വരുമ്പോൾ നല്ല രീതിയിൽ സ്പ്രെഡ് ചെയ്യും. ഫണ്ട് കുറവാണെങ്കിൽ കുറച്ച് സ്പ്രെഡ് ചെയ്താൽ മതി. മുകളിൽ കളിക്കുന്ന ടോപ്പ് പ്ലെയറിന് 500 കോടി രൂപ ഉണ്ടെങ്കിൽ താഴെയുള്ള ഏറ്റവും താഴെയുള്ള പ്ലെയർക്ക് മാന്യമായ രീതിയിൽ അയാൾക്ക് ജീവിക്കാനുള്ള കാശ് കൊടുക്കണ്ടേ? എങ്കിലല്ലേ അതിന് പ്രൊഫഷണലിസം എന്ന് പറയുന്നത്. അല്ലാതെ കുറേ പേര് കൂട്ടി വെക്കുകയും താഴെ ഇരിക്കുന്ന ആൾക്കൊന്നുമില്ലാതെ ജീവിക്കുകയും ചെയ്യുന്നതിന് പ്രൊഫഷണലിസം എന്ന് എങ്ങനെ പറയും? അതിന് ഞാൻ നിങ്ങൾക്ക് എക്സാമ്പിൾ പറഞ്ഞുതരാം. പല വിദേശ രാജ്യങ്ങളും വികസിത രാജ്യങ്ങളും നോക്കൂ. ഗവൺമെന്റ് ജോലിക്കാരന് ശമ്പളം 1 ലക്ഷം ആണെങ്കിൽ പ്രൈവറ്റിലുള്ളവന് 1 ലക്ഷം കൊടുത്തേ പറ്റൂ. അതായത് അവന് ഒരു വാർഷിക ശമ്പളം, ഒരു ആവറേജ് പറയുന്നത്, വാർഷിക ശമ്പളം ഒരാൾക്ക് ഒരു വർഷത്തിൽ $75,000 എങ്കിൽ ഗവൺമെന്റിൽ ഒരാൾ $75,000 വാങ്ങണമെങ്കിൽ അതേ കാറ്റഗറിയിലുള്ള പ്രൈവറ്റ് ജോലിക്ക് $75,000 അതിന് മുകളിലുമാണ് കൊടുക്കുന്നത്. നമ്മുടെ നാട്ടിലോ മുകളിലുള്ള എല്ലാവർക്കും കോടികൾ, താഴെ ഉള്ളവന് നിത്യ ചെലവിന് പറ്റില്ല. ഇതാണ് ഞാൻ എൻ്റെ പ്രേക്ഷകരെ, ഈ ഇപ്പൊ ക്രിക്കറ്റൊക്കെ ലക്ഷക്കണക്കിന് കോടി രൂപ ബിസിനസ്സായി ഫിഫയെ തോൽപ്പിച്ചുകൊണ്ടും റഗ്ബിയെ തോൽപ്പിച്ചുകൊണ്ടും നമ്മൾ മുന്നേറുകയാണ്. ഫണ്ട് അത്രയ്ക്കൊണ്ട് വന്നിറങ്ങുകയാണ് എല്ലാ രീതിയിലും. ഇതുപോലെ തന്നെ എല്ലാ മേഖലയും. അല്ലാണ്ട് ഞാൻ നേഴ്സുമാരെ കേസ് പറഞ്ഞെന്നുള്ളേ ഉള്ളൂ. ഇന്ത്യയും കൂടെ ജസ്റ്റ് ഒന്ന് സൂചിപ്പിച്ചു. എല്ലാ മേഖലകളിലും നിങ്ങൾ പ്രേക്ഷകരായ നിങ്ങൾ പ്രൊഫഷണൽ ആവണമെങ്കിൽ നാട് പ്രൊഫഷണൽ ആവും. ഇല്ലെങ്കിൽ അത് അടിമത്തത്തിൽ നിൽക്കും. ഉള്ളവൻ വീണ്ടും കോടിക്കണക്കിന് കൂട്ടിക്കൊണ്ടിരിക്കും, ഇല്ലാത്തവ ഇങ്ങനെ ഇരുന്ന് കഥയും പറഞ്ഞ് നിത്യവൃത്തി ഓടിക്കൊണ്ടിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയണത്, മുകളിലുള്ള ആളുടെ അതേ ശമ്പളം താഴെ കൊടുക്കണമെന്ന് പറയണില്ല. പക്ഷെ താഴെയുള്ള ആൾക്ക് ജീവിക്കാനുള്ള അവകാശമുണ്ട്. അവനും അടിസ്ഥാന ശമ്പളം നൽകേണ്ടതുണ്ട്, അടിസ്ഥാന രീതിയിൽ കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ടെന്ന് ഞാൻ ഓർമ്മിപ്പിച്ചുകൊണ്ട്, ഇന്ത്യ ന്യൂസിലാൻഡ് ഫൈനൽ പറക്കട്ടെ, സഞ്ജു സാംസൺ മിന്നട്ടെ, അത് ആഗ്രഹം. ഓൾറെഡി മിന്നിയാവാൻ നേരത്തെ ഔട്ടായ പോലും പ്രശ്നമൊന്നുമില്ല, അത് വേറെ കാര്യം. അതിപ്പോൾ കളിയല്ലേ എന്നും പറഞ്ഞാൽ അതിനകത്ത് വിഷയമൊന്നുമില്ല. ഓൾറെഡി പുള്ളി സ്കില്ല് തെളിയിച്ചു കഴിഞ്ഞു. എന്നാൽ അങ്ങനെയല്ല, പുള്ളി തന്നെ ഫൈനൽ ജയിപ്പിച്ചാൽ കുറച്ചുകൂടെ സന്തോഷം. ഈ വന്നത് ഡബിളായിട്ട് പോവും. കപ്പിൻ്റെ പൊക്കട്ടെ ഇല്ല എങ്കിലും കുഴപ്പമില്ല. അഥവാ അത് ഇഞ്ചോടിഞ്ച് കളിച്ച് കളി ഒരു സ്പോർട്സ്മാൻ ഗെയിമോട് കൂടി ഹെവി ലെവലിൽ വരട്ടെ. ഒപ്പം തന്നെ എല്ലാവർക്കും ജീവിക്കാനുള്ള അവകാശമുണ്ടെന്ന് ഓർമ്മിച്ചുകൊണ്ട്, മുകളിലുള്ളവർക്ക് മാത്രമല്ല വലിയ ശമ്പളം കൊടുക്കേണ്ടത്, താഴെയുള്ളവരും പുതിയതായിട്ട് പഠിച്ചു വരുന്ന വുമൻസ് ക്രിക്കറ്റിലെ പിള്ളേർക്കും എല്ലാവർക്കും ഒരു സ്കോളർഷിപ്പ് പോലെ എന്തെങ്കിലും, നല്ല കളിക്കുന്ന കുട്ടികൾക്കൊക്കെ സ്കോളർഷിപ്പ് വുമൻസിൽ ഏർപ്പെടുത്താം. ഫണ്ടൊക്കെ ഉണ്ട് ഇപ്പോൾ, നമുക്ക് ഏർപ്പെടുത്താം എന്ന് എൻ്റെ അഭിപ്രായം പറയണതാണ്. അങ്ങനെ നമ്മുടെ നാട് മാറട്ടെ. പകരം കുറേ പേര് മാത്രം ലക്ഷറി ജീവിതം നയിക്കുകയും താഴെ ഉള്ളവന് ഒരു മാരുതി 800 പോലും